സംഖ്യാപുസ്തകം 31 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ മോശയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കൾക്കു വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തുക. അതിന്റെ ശേഷം നീ നിന്റെ ജനത്തോട് ചേരും. അപ്പോൾ മോശെ ജനത്തോട് സംസാരിച്ചു. മിദ്യാന്യരുടെ നേരെ പുറപ്പെട്ട് യഹോവയ്ക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തേണ്ടതിന് നിങ്ങളിൽ നിന്ന് ആളുകളെ യുദ്ധത്തിന് ഒരുക്കുവീൻ. നിങ്ങൾ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഓരോന്നിൽ നിന്ന് 1000 പേരെ വീതം യുദ്ധത്തിന് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേലിയ സഹസ്രങ്ങളിൽ നിന്നു ഓരോ ഗോത്രത്തിൽ 1000 പേർ വീതം 12,000 പേരെ യുദ്ധസന്നദ്ധരായി വേർതിരിച്ചു. മോശെ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതമുള്ള അവരെയും പുരോഹിതനായ എലയാസാരിന്റെ മകൻ ഫീനഹാസിനെയും യുദ്ധത്തിന് അയച്ചു. അവന്റെ കൈവശം വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും ഗംഭീരനാദ കാഹളങ്ങളും ഉണ്ടായിരുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാന്യരോട് യുദ്ധം ചെയ്തു. ആണുങ്ങളെ ഒക്കെയും കൊന്നു. നിഹിതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേഖേം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോരിന്റെ മകനായ ബിലയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബദ്ധരാക്കി. അവരുടെ സകല വാഹനമൃഗങ്ങളെയും ആടുമാടുകളെയും അവരുടെ സമ്പത്തൊക്കെയും കൊള്ളയിട്ടു. അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ട് ചുട്ടുകളഞ്ഞു. അവർ എല്ലാ കൊള്ളയും മനുഷ്യരും മൃഗങ്ങളുമായുള്ള അപഹൃതമൊക്കെയും എടുത്തു. ബദ്ധന്മാരെ അപഹൃതത്തോടും കൊള്ളയോടും കൂടെ യെരിഹോവിന് സമീപത്തുള്ള യോർദാനരികെയുള്ള മോവാബ് സമഭൂമിയിൽ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസാരിന്റെയും ഇസ്രായേൽ സഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലയാസാരും സഭയുടെ സകല പ്രഭുക്കന്മാരും പാളയത്തിന് പുറത്ത് അവരെ എതിരേറ്റു ചെന്നു. എന്നാൽ മോശെ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ സൈന്യനായകന്മാരോട് കോപിച്ചു പറഞ്ഞതെന്നാൽ, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധയുണ്ടാവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളവീൻ. പുരുഷനോട് ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചുകൊള്ളുവീൻ. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് പാർക്കണം. ഒരുത്തനെ കൊന്നവനും കൊല്ലപ്പെട്ടവനെ തൊട്ടവനുമെല്ലാം 3-ാം ദിവസവും 7-ാം ദിവസവും തങ്ങളെയും തങ്ങളുടെ ബദ്ധന്മാരെയും ശുദ്ധീകരിക്കണം. സകല വസ്ത്രവും തോൽ കൊണ്ടുള്ള എല്ലാ കോപ്പും കോലാട്ടുരോമം കൊണ്ടുണ്ടാക്കിയതൊക്കെയും മരം കൊണ്ടുള്ള സകല സാധനവും ശുദ്ധീകരിപ്പീൻ. പുരോഹിതനായ എലയാസാർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞത്, യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ആവിത്: പൊന്ന്, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, വെള്ളീയം, കാരീയം മുതലായി തീയിൽ നശിച്ചുപോകാത്ത സാധനമൊക്കെയും തീയിലിട്ടെടുക്കണം. എന്നാൽ അത് ശുദ്ധമാകും. എങ്കിലും ശുദ്ധീകരണ ജലത്താലും അത് ശുദ്ധീകരിക്കണം. തീയിൽ നശിച്ചുപോകുന്നതെല്ലാം നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുക്കണം. 7-ാം ദിവസം വസ്ത്രവലയ്ക്ക് ശുദ്ധിയുള്ളവരായ ശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. പിന്നെ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീയും പുരോഹിതനായ എലയാസാരും സഭയിലെ ഗോത്രപ്രധാനികളും കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും തുക നോക്കി പടയ്ക്ക് പോയ യോദ്ധാക്കൾക്കും സഭയ്ക്കും ഇങ്ങനെ 2 ഓഹരിയായി കൊള്ള വിഭാഗിപ്പീൻ. യുദ്ധത്തിനു പോയ യോദ്ധാക്കളോട് മനുഷ്യരിലും മാട്, കഴുത, ആട് എന്നിവയിലും 500-ൽ 1 യഹോവയുടെ ഓഹരിയായി വാങ്ങണം. അവർക്കുള്ള പാതിയിൽ നിന്ന് അത് എടുത്ത് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി പുരോഹിതനായ എലയാസാരിന് കൊടുക്കണം. എന്നാൽ ഇസ്രായേൽ മക്കൾക്കുള്ള പാതിയിൽ നിന്നും മനുഷ്യരിലും മാട്, കഴുത, ആട് മുതലായ സകലവിധ മൃഗത്തിലും 50-ൽ 1 എടുത്ത് യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും എലയാസാരും ചെയ്തു. യോദ്ധാക്കൾ കൈവശമാക്കിയതിനു പുറമേയുള്ള കൊള്ള 6,75,000 ആടും 72,000 മാടും 61,000 കഴുതയും പുരുഷനോടുകൂടെ ശയിക്കാത്ത പെണ്ണുങ്ങളെല്ലാം കൂടി 32,000 പേരുമായിരുന്നു. യുദ്ധത്തിനു പോയവരുടെ ഓഹരിക്കുള്ള പാതിയിൽ ആട് 3,77,500. ആടിൽ യഹോവയ്ക്കുള്ള ഓഹരി 675. കന്നുകാലി 36,000. അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 72. കഴുത 30,500.
അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 61, ആൾ 16,000. അവരിൽ യഹോവയ്ക്കുള്ള ഓഹരി 32. യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായിരുന്ന ഓഹരി യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശെ പുരോഹിതനായ എലെയാസാരിന് കൊടുത്തു. മോശെ പടയാളികളുടെ പക്കൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വിഭാഗിച്ചു കൊടുത്ത പാതിയിൽ നിന്ന് സഭയ്ക്കുള്ള പാതി 3,37,500 ആടും 36,000 മാടും 30,500 കഴുതയും 16,000 ആളുമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ പാതിയിൽ നിന്ന് മോശെ മനുഷ്യരിലും മൃഗങ്ങളിലും 50 എടുത്ത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നെ സൈന്യസഹസ്രങ്ങൾക്കും നായകന്മാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്നു മോശയോട്, അടിയങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളുടെ തുക നോക്കി ഒരുത്തിനും കുറഞ്ഞുപോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തരും കിട്ടിയ പൊന്നാഭരണങ്ങളായ മാല, കൈവള, മോതിരം, കുണുക്ക്, കടകം എന്നിവ യഹോവയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശെയും പുരോഹിതനായ എലെയാസാരും വിചിത്രപ്പണിയുള്ള ആഭരണങ്ങളായ പൊന്നു അവരോട് വാങ്ങി. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം ചെയ്ത പൊന്ന് എല്ലാം കൂടെ 16,750 ശേക്കെൽ ആയിരുന്നു. യോദ്ധാക്കളിൽ ഓരോരുത്തരും താന്താനു വേണ്ടി കൊള്ളയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മോശെയും പുരോഹിതനായ എലെയാസാരും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആ പൊന്നു വാങ്ങി യഹോവയുടെ സന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ ഓർമ്മയ്ക്കായി സമാഗമന കൂടാരത്തിൽ കൊണ്ടുപോയി.